ഹായ്, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പോർഷനാണ് ബ്ലഡ് വെസൽസ്. ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് മെയിനായിട്ടും 3 ടൈപ്സ് ഉണ്ട്: ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. ആർട്ടറീസ്, വെയിൻ, കാപ്പിലറീസ്. അപ്പോൾ എന്താണ് ആർട്ടറീസ് നോക്കാം. ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ദേ ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു അതർ ടിഷ്യൂസ്. ഹൃദയത്തിൽ നിന്ന് മറ്റ് ടിഷ്യൂസിലേക്ക്, കലകളിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന, ബ്ലഡിനെ കണ്ടക്ട് ചെയ്യുന്ന ട്യൂബുലാർ സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് ആർട്ടറീസ്. ദേ കണ്ടെയ്ൻ ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പോൾ ഈ ആർട്ടറീസിൽ സാധാരണഗതി ഓക്സിജനേറ്റഡ് ബ്ലഡാണ് ഉണ്ടാവുക. ഓക്സിജനേറ്റഡ് മീൻസ് പ്യൂരിഫൈഡ് ബ്ലഡ്. ലങ്സിൽ പോയി ഓക്സിജനേഷൻ കഴിഞ്ഞ അങ്ങനത്തെ ബ്ലഡാണ് എവിടെ ഉണ്ടാവുക? ആർട്ടറീസിൽ ഉണ്ടാവുക. എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. നമ്മൾ ബയോളജിയിൽ പറയുമ്പോൾ എന്തിനും എക്സെപ്ഷൻ പറയും. പൾമണറി ആർട്ടറിയിൽ മാത്രം അങ്ങനെയല്ല. അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? പൾമണറി ആർട്ടറി കണ്ടെയ്ൻസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ദർ സ്മോളർ ബ്രാഞ്ചസ് ആർ കോൾഡ് ആർട്ടീരിയോൾസ്. ഇതിൻ്റെ സ്മോളർ ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് ആർട്ടീരിയോൾ. ആർട്ടറിയുടെ കാണുന്നുണ്ടല്ലോ, ആർട്ടറിയുടെ സ്മോളർ ബ്രാഞ്ചസ് ആണ് ആർട്ടീരിയോൾ. അപ്പോൾ ആർട്ടറിയെ നമ്മൾ ആ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നോക്കിയേ, ഏറ്റവും ഇന്നർ ലെയറിന് പറയുന്ന പേര് ട്യൂണിക്ക ഇൻറ്റിമ എന്നാണ്. ഏറ്റവും ഔട്ടർ ലെയർ ട്യൂണിക്ക ഇൻറ്റിമ, ഔട്ടർ ലെയർ ട്യൂണിക്ക എക്സ്റ്റേണ അല്ലെങ്കിൽ ട്യൂണിക്ക അഡ്വൻറ്റീഷ്യ, മിഡിൽ ലെയർ ട്യൂണിക്ക മീഡിയ. ഇന്നർ ലെയർ ഇൻറ്റിമ, ഓർക്കാൻ എളുപ്പ. ഔട്ടർ ലെയർ എക്സ്റ്റേണ ആൻഡ് മിഡിൽ ലെയർ മീഡിയം. അപ്പോൾ ഇതാണ് ആർട്ടറീസിൻ്റെ 3 ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ദേ ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ദ ടിഷ്യൂസ് എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. ദർ സ്മോളർ ബ്രാഞ്ചസ് ആർ കോൾഡ് ആർട്ടീരിയോൾസ്. ആർട്ടറിയുടെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാണും? ട്യൂണിക്ക ഇൻറ്റിമ, ഇന്നർ ലെയർ, അത് സ്ക്വാമസ് എൻഡോത്തീലിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ബ്ലഡ് വെസൽസിൻ്റെ വോൾസിനെ പറയുന്ന പേരാണ് എൻഡോത്തീലിയം. അപ്പോൾ ട്യൂണിക്ക ഇൻറ്റിമയുടെ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻറ്റേർണൽ ലെയർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ക്വാമസ് എൻഡോത്തീലിയം. ഇനി ട്യൂണിക്ക മീഡിയ ആകുമ്പോൾ മിഡിൽ ലെയറാണ്, സ്മൂത്ത് മസിൽസും ഇലാസ്റ്റിക് ഫൈബേഴ്സും ഉണ്ട്. ഏറ്റവും ഔട്ടർ ലെയറായ ട്യൂണിക്ക എക്സ്റ്റേണ അതുണ്ടാക്കിയിരിക്കുന്നത് ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂ വിത്ത് കൊളാജൻ ഫൈബേഴ്സ്. കൊളാജൻ ഫൈബറൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആർട്ടറീസിൻ്റെ ആയാലും വെയിൻസിൻ്റെ ആയാലും വാൾസിൽ 3 ലെയേഴ്സാണുള്ളത്. കാണുന്നുണ്ടല്ലോ, ട്യൂണിക്ക ഇൻറ്റേണ, ട്യൂണിക്ക മീഡിയ ആൻഡ് ട്യൂണിക്ക എക്സ്റ്റേണ. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂണിക്ക മീഡിയ എന്ന് പറയുന്ന ലെയർ ആർട്ടറീസിൻ്റെ കുറച്ചും കൂടെ തിക്കാണ്, വെയിൻസിൻ്റെ അങ്ങനെയല്ല. അതുപോലെ ആർട്ടറീസിൻ്റെ ല്യൂമൻ കുറച്ചും കൂടെ ചെറുതാണ്. ല്യൂമൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ക്യാവിറ്റി. വെയിൻസിൻ്റെ ക്യാവിറ്റി കുറച്ചും കൂടെ വലുതാണ്. പിന്നെ വെയിൻസിൻ്റെ ക്യാവിറ്റിയിൽ വാൽവ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. ഇതാണ് വാൽവ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രത്യേകതകൾ. ഓക്കെ, ഇതാണ് ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള വ്യത്യാസം. ഇനി വെയിൻസ് എന്ന് പറയുമ്പോൾ ദേ ക്യാരി ബ്ലഡ് ടുവേർഡ്സ് ഹാർട്ട്. ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നതാണ് വെയിൻ എന്ന് പറയുന്നത്. പിന്നെ ദേ കണ്ടെയ്ൻ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പോൾ അവർ എക്സെപ്റ്റ് പൾമണറി വെയിൻ. പൾമണറി വെയിൻ നേരത്തെ നമ്മൾ എക്സെപ്ഷൻ പറഞ്ഞ പോലെ തന്നെ പൾമണറി വെയിൻ ഒഴിച്ച് ബാക്കി എല്ലാ വെയിൻസും ക്യാരി ചെയ്യുന്നത് അശുദ്ധ രക്തമാണ്, അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ദർ സ്മോളർ ബ്രാഞ്ചസ് ആർ കോൾഡ് വെന്യൂൾസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആർട്ടീരിയോൾ പോലെ വെന്യൂൾ. വെയിൻസ് ഓൾസോ ആർ 3 ലെയർഡ് ബട്ട് ട്യൂണിക്ക മീഡിയ ഇസ് കമ്പാരിറ്റീവ്ലി തിൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആർട്ടറീസിൻ്റെ ട്യൂണിക്ക മീഡിയ ഇതൊന്ന് കമ്പയർ നോക്കിയാൽ ആർട്ടറീസിൻ്റെ ട്യൂണിക്ക മീഡിയ തിക്കും വെയിൻ്റെ ട്യൂണിക്ക മീഡിയ തിന്നുമാണ്. അതാണ് വ്യത്യാസം. വെയിൻസിൻ്റെ ട്യൂണിക്ക മീഡിയ ഇസ് കമ്പാരിറ്റീവ്ലി തിൻ. കാണുന്നുണ്ടാവും. Then comes the capillaries. In tissue, arterioles divide into thin-walled and single-layered vessels.
They are called capillaries. They unite into venules. അപ്പോൾ ആർട്ടറീസ് ആവും, ആർട്ടറീസിൻ്റെ ബ്രാഞ്ചസ് ആർട്ടീരിയോളാവും, ആർട്ടീരിയോള് പിന്നെയും സ്മോൾ ബ്രാഞ്ചസ് ആയിട്ട് ആവുന്നതാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. കാപ്പിലറീസ് ജോയിൻ ടു വെന്യൂൾസ്. ഇങ്ങനെയാണ് സ്ട്രക്ചേഴ്സ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് 3 ബ്ലഡ് വെസൽസ്. ഏതൊക്കെയാണ്? ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. ധമനി, സിര, കാപ്പിലറി. ആർട്ടറീസ് ക്യാരി, ആർട്ടറീസിൻ്റെ സാധാരണ ആർട്ടറീസിനെ വരയ്ക്കുമ്പോൾ റെഡ് കളേർഡ് ആയിരിക്കും ആർട്ടറി. അത് ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ ഇൻഡിക്കേഷനാണ്. ദേ ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു അതർ ടിഷ്യൂസ്. അതുപോലെ വെയിൻ ആണെങ്കിൽ ബ്ലൂ കളറായിരിക്കും. ദേ കണ്ടെയ്ൻ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ആർട്ടറീസിൽ ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു അതർ പാർട്സ്, അതർ ടിഷ്യൂസ്. എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറിയിൽ മാത്രം ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. ആർട്ടറീസിൻ്റെ സ്മോളർ ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് വെന്യൂൾസ്. ഇതേ ക്യാരക്ടറാണ് വെയിൻസിനുള്ളത്. എന്തൊക്കെ? ആർട്ടറീസിന് 3 ലെയേഴ്സ് ഉണ്ട്. ട്യൂണിക്ക ഇൻറ്റിമ, ട്യൂണിക്ക മീഡിയ മിഡിൽ ലെയർ ആൻഡ് ട്യൂണിക്ക എക്സ്റ്റേണ ഔട്ടർ ലെയർ. ഇൻറ്റിമ കൺസിസ്റ്റ് ഓഫ് സ്ക്വാമസ് എൻഡോത്തീലിയം and media is formed of smooth muscles and elastic fibers. Tunica externa composed of fibrous tissue with collagen fibers. വെയിൻസ് എന്ന് പറയുമ്പോൾ ദേ ക്യാരി ബ്ലഡ് ടുവേർഡ്സ് ദ ഹാർട്ട്. ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന വെസൽസാണ് വെയിൻ എന്ന് പറയുന്നത്. ദേ കണ്ടെയ്ൻ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. സാധാരണഗതിയിൽ വെയിൻസിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ് കാണുന്നത്, എക്സെപ്റ്റ് പൾമണറി വെയിൻ. പൾമണറി വെയിൻ ഒഴിച്ച്. Pulmonary vein contains oxygenated blood. Their smaller branches are called venules. Like arteries, veins form smaller branches which are called venules. Veins also have 3 layers, that is tunica intima, tunica media and tunica externa. But the middle layer is somewhat thinner in case of veins. Then comes the capillaries. ടിഷ്യൂസിൽ arterioles divided into thin walled and single layered vessels. വളരെ തിൻ walled ആയിട്ടുള്ള സിംഗിൾ ലെയർഡ് ആയിട്ടുള്ള വെസൽസ്. They are called capillaries. Capillaries unite to venules. Okay. ഇത്രയുമാണ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിൽ മെയിനായിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ബ്ലഡ് വെസൽസും ബ്ലഡ് ആൻഡ് ഹാർട്ട്. ബ്ലഡിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ബ്ലഡിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ബ്ലഡ് എങ്ങനെയാണ് കൊയാഗുലേറ്റ് ചെയ്യുന്നത്, ബ്ലഡ് ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിലെ അടുത്ത കമ്പോണൻസ് ആണ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസിൻ്റെ കാര്യമാണ് ഇപ്പം 3 പഠിച്ചിരിക്കുന്നത്. നമ്മളൊരു കണ്ടിന്യൂറ്റിയിലാണ് പഠിക്കുന്നത്, ശ്രദ്ധിച്ചറിയാം. ഇനി അടുത്തത് ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിലെ കമ്പോണൻ്റാണ് ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചറാണ് ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനിയാണ് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഹ്യൂമൻ ഹാർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഹാർട്ട് ഇസ് എ മീസോഡേർമലി ഡിറൈവ്ഡ് ഓർഗൻ ലൊക്കേറ്റഡ് ഇൻ ദ മീഡിയാസ്റ്റൈനം. മീഡിയാസ്റ്റൈനം എന്ന് പറയുന്ന ഭാഗം, അത് ആ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. മീഡിയാസ്റ്റൈനം എന്ന് പറയുന്ന ഭാഗത്തിലിരിക്കുന്ന മീസോഡേർമൽ ഒറിജിൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഓർഗൻസും ഓർഗൻ സിസ്റ്റംസും ഈ 3 ജെർമിനൽ എപ്പിത്തീലിയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് എക്ടോഡം, എൻഡോഡം ആൻഡ് മീസോഡം. അപ്പോൾ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം മെയിനായിട്ട് ഉണ്ടാകുന്നത് മീസോഡാമിൽ നിന്നാണ്. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് മീസോഡം ഡെറിവേറ്റീവായ മീസോഡാമിൽ നിന്ന് ഉണ്ടാകുന്ന മീഡിയാസ്റ്റൈനം എന്ന് പറയുന്ന പോർഷനിൽ ഉള്ള ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഡബിൾ ലെയർഡ് പെരികാർഡിയം. നമ്മൾ പഠിച്ചു ഇപ്പോൾ ലങ്സിനെ കവർ ചെയ്ത് ഡബിൾ ലെയർഡ് ആയിട്ടുള്ള പ്ലൂറൽ മെംബ്രെയിൻ ഉണ്ടെന്ന്. അതുപോലെ ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്ന ലെയറാണ്, ഡബിൾ ലെയർഡ് ലെയറാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പോൾ പെരികാർഡിയം ഡബിൾ ലെയർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന് പറയുന്ന പേരാണ് പെരികാർഡിയൽ സ്പേസ്. അവിടെ പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ഇറ്റ് റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഹാർട്ട് വാൾസ് ആൻഡ് സറൗണ്ടിങ് ടിഷ്യൂസ്. അപ്പോൾ ഹാർട്ടിന് ഇഞ്ചുറീസ് ഒന്നും വരാതെ ഫ്രിക്ഷൻ അങ്ങനത്തെ ഒന്നും ഏൽക്കാതെ സൂക്ഷിക്കുന്ന ലെയറാണ് പെരികാർഡിയം ആൻഡ് ദ പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഹാർട്ടൊരു മീസോഡേമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു ഓർഗനാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ മീഡിയാസ്റ്റൈനം. ഇതാണ് ആ പൊസിഷൻ.
ഡയഫ്രത്തിന് തൊട്ട് മുകളിൽ. ഡയഫ്രം ഡോം ഷേപ്ഡ് സ്ട്രക്ചറാണ്. നമ്മളതൊക്കെ ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേഷനിൽ പഠിച്ചതാണ്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഡബിൾ ലെയർഡ് പെരികാർഡിയം ആൻഡ് ദ പെരികാർഡിയൽ സ്പേസ് that is between the pericardial membrane that is filled with the pericardial fluid, and it helps to reduce the friction between heart walls and surrounding tissues. പെരികാർഡിയത്തിൻ്റെ ഡിവിഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, അത്രയും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഹാർട്ടിൻ്റെ വാളാണ് പെരികാർഡിയം എന്ന് മാത്രം ഓർത്തിരിക്കുക. ദെൻ ഹാർട്ട് നമുക്കറിയാം, നമ്മുടെ മമേലിയൻ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേർഡാണ്. 2 ഓറിക്കിൾസ് ആൻഡ് 2 വെൻട്രിക്കിൾസ്. അപ്പർ ചേമ്പേഴ്സിനെ പറയുന്ന പേര് ഓറിക്കിൾ എന്നും അല്ലെങ്കിൽ ഏട്രിയ എന്നും, ലോവർ ചേമ്പേഴ്സിനെ പറയുന്ന പേര് വെൻട്രിക്കിൾ എന്നാണ്. ഇതാ ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഓറിക്കിൾ. ഇതാ ഞാൻ എഴുതുന്ന ഭാഗം, ഇത് ഓറിക്കിൾ. ഈ കാണുന്നത് രണ്ടും വെൻട്രിക്കിൾ. ഇത് വെൻട്രിക്കിൾ, ഇത് വെൻട്രിക്കിൾ. ഓക്കെ, ഇതാണ് ഓറിക്കിളും വെൻട്രിക്കിളും. The walls of the ventricles are much thicker than that of atrium. അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഓറിക്കിളിൻ്റെ വാൾസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഭിത്തി, ഇത്. അതുപോലെ ഈ ഭാഗം ഒക്കെ വാൾസ് ഭയങ്കര തിക്കറാണ് ദാൻ വെൻട്രിക്കിൾസ്. ഓക്കെ, ഓറിക്കിൾസിൻ്റെ ഭിത്തി വെൻട്രിക്കിളിൻ്റെ ഭിത്തിയേക്കാൾ തിക്നെസ് കൂടിയതാണ്. ഏട്രിയ ആർ സെപ്പറേറ്റഡ് ബൈ ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ഇതാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത്. ഓറിക്കിൾസിൻ്റെ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ലെയർ, രണ്ട് ഓറിക്കിൾസിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ലെയറാണ് ഇന്റർ ഓറിക്കുലാർ സെപ്റ്റം. അതുപോലെ ഇവിടെ ഒരു ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റവും ഉണ്ട്. അതായത് വെൻട്രിക്കിളിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇന്റർ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 2 വെൻട്രിക്കിൾസ്, ബിറ്റ്വീൻ 2 ഓറിക്കിൾസ്. ഓക്കെ, ഹാർട്ട് 4 ചേമ്പേർഡാണ്. 2 ചേമ്പറിനെ, മുകളിലുള്ള 2 ചേമ്പറിനെ ഓറിക്കിളുകൾ എന്നും താഴെയുള്ള 2 ചേമ്പറിനെ വെൻട്രിക്കിൾസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ വെൻട്രിക്കിൾസിൻ്റെ മസിൽസ് എന്ന് പറയുന്നത്, ആ മസിൽസിൽ മെയിനായിട്ടുള്ളത് കാർഡിയാക് മസിൽസാണ്. നമ്മൾ അതിന് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. മസിൽ ടിഷ്യൂ പഠിച്ചതാണ്. കാർഡിയാക് മസിൽ, സ്ട്രയേറ്റഡ് മസിൽ, നോൺ സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാർഡിയാക് മസിലാണ് ഇവിടെ ഉള്ളത്, ഹാർട്ടിലുള്ളത്. അപ്പോൾ ആ മസ്കുലർ ടിഷ്യൂ നോക്കുമ്പോൾ ഓറിക്കിൾസിൻ്റെ വാൾസിനേക്കാൾ ഘനം കൂടുതലാണ് വെൻട്രിക്കിൾസിൻ്റെ വാൾസിന്. ഓറിക്കിൾസ് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത് ഇന്റർ ഓറിക്കുലാർ സെപ്റ്റം, വെൻട്രിക്കിൾ രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ദെൻ ഓറിക്കിളിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയ്ക്ക് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ശ്രദ്ധിക്കുക, ഓറിക്കിളിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയ്ക്ക് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞത് 2 ഓറിക്കിളിൻ്റെ ഇടയ്ക്ക്, 2 ഓറിക്കിളിൻ്റെ ഇടയ്ക്കുള്ള സെപ്റ്റമാണ് ഒന്ന് പറഞ്ഞത്, ഇന്റർ ഓറിക്കുലാർ സെപ്റ്റം എന്ന് പറഞ്ഞിട്ട്. പിന്നെ 2 വെൻട്രിക്കിളിൻ്റെ ഇടയ്ക്കുള്ള സെപ്റ്റം, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം, അത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പറയാൻ പോകുന്ന ഈ ഭാഗമാണ്, അതായത് ബിറ്റ്വീൻ ഓറിക്കിൾസ് ആൻഡ് വെൻട്രിക്കിൾസ്. ഓറിക്കിളിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയ്ക്ക് അതുള്ളതാണ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം വിത്ത് ആൻ ഓപ്പണിംഗ്. അതിനൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇറ്റ് ഈസ് ഗാർഡഡ് ബൈ വാൽവ്. നേരത്തെ നമ്മൾ പറഞ്ഞു വാൽവ് കൊണ്ട് ഗാർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള വാൽവുകളുടെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്, അപ്പോൾ അത് കാണുന്നത് റൈറ്റ് സൈഡിലാണ്. ഇറ്റ് ഗാർഡ്സ് ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. എന്താ കാണുന്നുണ്ട്, ഇതാണ് റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത്, ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിളും നിങ്ങൾക്ക് കാണാം. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയ്ക്കുള്ള 3 കസ്പുകളുള്ള, ഇതാണ് 1, 2, 3 കസ്പുകളുള്ള വാൽവാണ് എന്ത് പറയുന്നത്? ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്താണ് ബൈകസ്പിഡ് വാൽവ്. കാണാം, ബൈകസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കസ്പുകളുള്ളതാണ്. ഇതാണ് 2 കസ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. 1, 2.
രണ്ട് കസ്പുകളുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ഇറ്റ് ഈസ് സീൻ ഇൻ ബിറ്റ്വീൻ ലെഫ്റ്റ് ഓറിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഹാർട്ട് ഒരു മീസോഡോമലി ഡിറൈവ്ഡ് ഓർഗനാണ്, മീഡിയസ്റ്റൈനത്തിലാണ് കാണുന്നത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പെരികാർഡിയം എന്ന് പറയുന്ന ഒരു ഡബിൾ ലെയർഡ് സ്ട്രക്ചർ ഉണ്ട്. ആ ഡബിൾ ലെയർഡ് സ്ട്രക്ചറിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. ദാറ്റ് സ്പേസ് ഇസ് ഫിൽഡ് വിത്ത് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ between heart walls and the surrounding tissues. Then heart is 4 chambered. Upper chambers are called auricles and lower chambers are called ventricles. Upper auricle and lower ventricle. Then the two auricles are separated by interatrial septum. Then the two ventricles are separated by interventricular septum. The walls of the ventricles are thicker than that of the walls of auricles. Then in between the auricle and ventricle there is a septum which is known as atrioventricular septum. Atrioventricular septum with an opening. Then the opening is guarded by a tricuspid valve in the right side, that is in between the right ventricle and right auricle, and has 3 cusps, so it is known as tricuspid valve. And a bicuspid valve is seen between left auricle and left ventricle. It has 2 cusps, so it is called bicuspid valve. അപ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും. റൈ അങ്ങനെ ഓർത്താൽ മതി. ട്രൈകസ്പിഡ് വാൽവ് റൈറ്റ് സൈഡിലും ബൈകസ്പിഡ് വാൽവ് ലെഫ്റ്റ് സൈഡിലുമാണ്. ദെൻ ഇതാണ് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി കണ്ടക്റ്റിംഗ് സിസ്റ്റമാണ് പറയുന്നത്, ആർട്ടിൻ്റെ കണ്ടക്റ്റിംഗ് സിസ്റ്റം. അതിന് മുമ്പ് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ ഹാർട്ടിൽ മേജറായിട്ടുള്ള വെയിൻസ് ആൻഡ് ആർട്ടറീസ് ആണ് പറയുന്നത്. സുപ്പീരിയർ വെയിൻ കാവ, അത് അപ്പർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്ലഡിനെ കൊണ്ടുവരുന്നു. ബ്ലഡ് അപ്പർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്ലഡിനെ കൊണ്ടുവരുന്നു. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരുന്നു. അതൊരു വെയിനാണ്, സുപ്പീരിയർ വീനക്കാവ. ഇനി ഇതാണ് അയോട്ട എന്ന് പറയുന്നത്. അയോട്ട ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഓൾ അതർ പാർട്സ്, വേറെ പാർട്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് അയോട്ട എന്ന് പറയുന്നത്. ഇനി പൾമനറി ആർട്ടറി ആൻഡ് പൾമനറി വെയിൻ. പൾമനറി വെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് പൾമനറി വെയിൻ മാത്രം ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നു. അതുകൊണ്ടാണ് പൾമനറി വെയിൻ, നോക്കിയേ, പൾമനറി വെയിൻ മാത്രം ഒരു പെയർ പൾമനറി വെയിനെ കാണിച്ചിട്ടുണ്ട്. പൾമനറി വെയിൻ റെഡ് കളറിൽ കാണുന്നു. പൾമനറി വെയിൻ ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ലങ്സ് ടു ദ ഹാർട്ട്. ഓക്സിജനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ലങ്സിലാണ്. അപ്പോൾ ലങ്സിൽ നിന്നും ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ കൊണ്ടുവരുന്ന ആളാണ് പൾമനറി വെയിൻ. ഇനി പൾമനറി ആർട്ടറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അതായത് ഓക്സിജനേഷന് വേണ്ടിയുള്ള ബ്ലഡാണ്, ഓക്സിജനേഷൻ നടന്നിട്ടില്ല, ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അതിനെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു ഫോർ ഓക്സിജനേഷൻ. ദെൻ ഇൻഫീരിയർ വീനക്കാവ, നിങ്ങൾക്ക് കാണാം ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലോവർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്നും ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഇൻഫീരിയർ വീനക്കാവ. ഇത്രയുമൊക്കെയാണ് ഹാർട്ടിലെ മേജറായിട്ടുള്ള വെയിൻസ് എന്ന് പറയുന്നത്. പിന്നെ ഓറിക്കിൾ, വെൻട്രിക്കിൾ, ഇത് ഈ കാണുന്നത് റൈറ്റ് ഓറിക്കിൾ, ഈ കാണുന്നത് ലെഫ്റ്റ് ഓറിക്കിൾ, പിന്നെ ഇവിടെ കാണുന്നത് റൈറ്റ് വെൻട്രിക്കിൾ, ഇവിടെ കാണുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഇതാണ് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടി പറയാം. ഹാർട്ടിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഹാർട്ടിൻ്റെ ഫങ്ഷൻസ് മനസ്സിലാവുള്ളൂ.
Heart is a mesodermally derived organ. It is located on the mediastinum. It is covered by double layered pericardium. പെരികാർഡിയമാണ്, ഡബിൾ ലെയർഡ് പെരികാർഡിയമാണ് ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്നത്. ദെൻ there is a pericardial space in between the two walls of the pericardium. It is filled with a fluid which is known as, ആ ഫ്ലൂയിഡിൻ്റെ പേരെന്തായിരിക്കും? ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ആ പെരികാർഡിയൽ ഫ്ലൂയിഡ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഹാർട്ട് വാൾസ് ആൻഡ് സറൗണ്ടിങ് ടിഷ്യൂസ്. ദെൻ ഹാർട്ടിൽ 4 ചേമ്പറുണ്ട്, 2 ഓർക്കിൾസ് ആൻഡ് 2 വെൻട്രിക്കിൾസ്. ഇനി വാൾസിൽ കാർഡിയക് മസിൽസ് ആണുള്ളത്. ഓർക്കിൾസിൻ്റെ വാൾസ് തിന്നറാണ് കമ്പയർഡ് ടു വെൻട്രിക്കിൾസിൻ്റെ വാൾസ്. The 2 atria, right and left atria, are separated by interorcular septum, and right and left ventricles are separated by interventricular septum. Then in between the auricle and ventricle, ഓർക്കിളിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയ്ക്ക്, അതായത് ഏകദേശം ഈ ഭാഗത്ത്, ദർ ഈസ് ഈ 2 ഭാഗത്തും ഇൻ്റർ ഓർക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഓർക്കിളിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും അല്ലേ, ഇൻ്റർ ആരുടെ എന്തൊക്കെ? ഓർക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റം. It has openings, and the opening is guarded by valves. There is a tricuspid valve. It has 3 muscular flaps or cusps. ചെറിയ ഫ്ലാപ്പ് പോലെ, അടപ്പ് പോലെയുള്ള 3 മസ്കുലർ ഫ്ലാപ്പുകളുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് tricuspid valve. It guards the opening between right side, in the right side, that is between right auricle and right ventricle. Another valve named bicuspid valve or mitral valve. It has 2 muscular flaps, and it guards the opening between left auricle and left ventricle. അപ്പോൾ ട്രൈക്കസ്പിഡ് വാൽവ് റൈറ്റ് സൈഡിലും മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ് ലെഫ്റ്റ് സൈഡിലുമാണ് കാണുന്നത്. ദെൻ സ്ട്രക്ചർ ഓഫ് ഹാർട്ടാണ് വരുന്നത്. അതിൽ മേജറായിട്ട് നമ്മൾ പറഞ്ഞത് സുപ്പീരിയർ വീന കാവ. നോക്കിയ സുപ്പീരിയർ വീന കാവ, ഇറ്റ് ക്യാരീസ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് from the higher parts of the body to the auricles, right auricles. Then inferior vena cava, it also carries deoxygenated blood. Blue ആയിട്ട് കാണിച്ചിരിക്കുന്നത് deoxygenated blood ആണ്. Deoxygenated blood from the lower parts of the body to the heart, to the right auricle. ഈ inferior vena cavaയും right auricleലേക്ക്, സുപ്പീരിയർ വീന കാവയും റൈറ്റ് ഓർക്കിളിലേക്ക്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നത് എവിടെ? എങ്ങോട്ടാണ്? റൈറ്റ് ഓർക്കിളിലേക്ക്. നമ്മൾ കണ്ടു, സുപ്പീരിയർ വീനക്കാവയാണെങ്കിലും ഇൻഫീരിയർ വീനക്കാവയാണെങ്കിലും, ഇത് സുപ്പീരിയർ വീനക്കാവ, ഇത് ഇൻഫീരിയർ വീനക്കാവ, രണ്ടുപേരും ബ്ലഡിനെ സപ്ലൈ ചെയ്യുന്നത് ഈ റൈറ്റ് ഓർക്കിളിലേക്കാണ്. കുറച്ചും കൂടി നെക്സ്റ്റ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നോക്കിയേ, ഓപ്പണിംഗ് ഓഫ് ഇൻഫീരിയർ വീനക്കാവ കണ്ടോ? ഓപ്പണിംഗ് ഓഫ് ഇൻഫീരിയർ വീനക്കാവ, ഇതാണ് ഇൻഫീരിയർ വീനക്കാവ, ഇതാണ് ഇൻഫീരിയർ വീനക്കാവ, ഇതിൻ്റെ ഓപ്പണിംഗ് ആണ് ഈ കാണുന്നത്. അതുപോലെ ഈ സുപ്പീരിയർ വീനക്കാവയും എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്? റൈറ്റ് ഓർക്കിൾ. റൈറ്റ് ഓർക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഓർക്കിളിലേക്ക് ബ്ലഡ്, റൈറ്റ് ഓർക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഒഴുകും. പിന്നെ അവിടുന്ന്, അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയേ, റൂട്ട് നോക്കിയേ, എങ്ങോട്ട് പോകുന്നു? വെൻട്രിക്കിളിൽ നിന്ന്, ഒരു മിനിറ്റ്, വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടാ? പൾമണറി ആർട്ടറിയിലേക്ക്. പൾമണറി ആർട്ടറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ എങ്ങോട്ട് പോകും? ലങ്സിലേക്ക് ഫോർ ഓക്സിജനേഷൻ. എന്നിട്ട് ഓക്സിജനേഷൻ കഴിഞ്ഞ് ഈ ലങ്സിൽ നിന്നുള്ള ബ്ലഡ് ഇങ്ങോട്ട് പോകും. ലങ്സിൽ നിന്നുള്ള ബ്ലഡ് ഓക്സിജനേഷൻ കഴിഞ്ഞിട്ട് പൾമണറി വെയിൻ വഴി, ഇതാ കാണുന്നുണ്ട്, പൾമണറി വെയിൻ വഴി എങ്ങോട്ട് വന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്നു. ഓക്കെ, oxygenation
ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഒന്നും കൂടെ കാണിച്ചു തരാം. ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഇതാ എങ്ങോട്ട് വന്നു? റൈറ്റ് ഓർക്കിളിലേക്ക് വന്നു. താഴെ നിന്നും ഇൻഫീരിയർ വീന കാവയിൽ നിന്നും റൈറ്റ് ഓർക്കിളിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ട് മൂവ് ചെയ്തു? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് മൂവ് ചെയ്തു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോയി. ഇനി ലങ്സിൽ നിന്ന് ആഫ്റ്റർ ഡീഓക്സിനേഷൻ പ്യുവർ ബ്ലഡ് ഓർ ഓക്സിനേറ്റഡ് ബ്ലഡ് പാസ് ത്രൂ ദ പൾമനറി വെയിൻസ് to left atrium. From the left atrium, blood flows into left ventricle. From the left ventricle, blood flows to the aorta. Oxygenated blood ആണ് അയോട്ടയിലേക്ക് പോയി എന്നിട്ട് all parts. അങ്ങനെയാണ് ബ്ലഡ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കണ്ടക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്.